പോൾ ഓഫ് പോൾസ് 2024 ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സിറ്റ് പോളുകൾ ഫലം വരാൻ കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂർ 12 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കവേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ അടിയൊഴുക്കുകൾ എന്താണ് എന്നതാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് ഇന്ത്യ മുന്നണിയുടേതാണ്. ഇന്ത്യ മുന്നണി പറയുന്നു 295 സീറ്റുകൾ വരെ തങ്ങൾ നേടുമെന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകളായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 295. ഉണ്ണി ബാലകൃഷ്ണൻ, അതൊരു അതിശയം നിറഞ്ഞ നമ്പറാണോ? 295 ഇന്ത്യ മുന്നണി ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഞാനങ്ങനെ ഒരു അതിശയപ്പെട്ട ഒരു നമ്പറായിട്ടൊന്നും കാണുന്നില്ല. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണ്. നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിരിക്കുമെന്നാണ് BJP വിചാരിച്ചതെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ മാസം നമ്മളെല്ലാവരും ഇന്ന് ചർച്ച ചെയ്തത് യാതൊരു പ്രതീക്ഷയുമില്ലാത്തൊരു 24 തെരഞ്ഞെടുപ്പിലേക്കാണ്. നരേന്ദ്രമോദി ഏകപക്ഷീയമായി വിജയിച്ചു കയറാൻ പോകുന്നു എന്ന് വിശ്വസിച്ചിരുന്ന നമ്മളൊക്കെ തന്നെയും മെയ് മാസം മുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കയറുമ്പോൾ മറ്റൊരു ചിത്രമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. 7 ഘട്ടങ്ങൾ കടക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഈ നിമിഷം BJPയുടെ നേതൃത്വത്തിന് പോലും ശക്തമായ ഒരു ആത്മവിശ്വാസം മുന്നോട്ട് വെക്കാൻ കഴിയും. 300 സീറ്റ് അല്ലെങ്കിൽ 350 സീറ്റ് നേടും. അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടാകും, പക്ഷേ ആത്മാർത്ഥമായ ആശങ്ക ആ പാർട്ടി നേതൃത്വത്തിനുണ്ട്, ആ പാർട്ടിയിലെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് 2024 എന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല. അത്ഭുതകരമായ അട്ടിമറികൾ കാത്തുവച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിങ്ങനെയുള്ള വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അതിശക്തമായ അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് BJPക്ക് അനുകൂലമായ അടിയൊഴുക്കല്ല എന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, BJPക്കും സംശയമില്ല. വടക്കേ ഇന്ത്യയിൽ 2019 ഉണ്ടാക്കിയിട്ടുള്ള വിജയം ആവർത്തിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തിരിച്ചടി യഥാർത്ഥത്തിൽ സംഭവിക്കാനിരിക്കുന്നത് BJPക്കാണ് എന്നാണ് ഈ നിമിഷവും ഞാൻ കരുതുന്നത്. ഓക്കെ, നമുക്ക് സ്മൃതി, നമുക്ക് ഓരോ ഘട്ടങ്ങളിലേക്ക് പോയി വരാം. ആ ഘട്ടങ്ങൾക്ക് ശേഷം ഓരോ ഘട്ടങ്ങളിലും ആർക്ക് അനുകൂലമായിരുന്നു, ആ ഘട്ടങ്ങൾ അവസാനിക്കാൻ പോകുമ്പോൾ ആർക്ക് അനുകൂലമാണ് എന്നതിലേക്ക് നമുക്ക് എത്താം, അല്ലേ? നമുക്ക്